എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കറുത്തവാവിനെക്കുറിച്ചും ആ അമാവാസി രാത്രിയിൽ ചെയ്യേണ്ട ലക്ഷ്മി വന്ദനത്തെക്കുറിച്ചും വളരെ കൃത്യവും യുക്തവുമായി മനസ്സിലാക്കി. എന്നാൽ ആ കറുത്തവാവ് കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുമ്പോൾ പ്രപഞ്ചം ഈ 10 നക്ഷത്രക്കാർക്ക്, അതായത് ഇതിൽ പറയാൻ പോകുന്ന ആ 10 നക്ഷത്രക്കാർക്ക് വേണ്ടി ഒരുക്കുന്നത് മറ്റൊരു വലിയ ഭാഗ്യമാണ്. വാസ്തവത്തിൽ ഈ ഭാഗ്യം, അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന ആ സുവർണ അവസരം, ഇത് ആകസ്മികമായി ഇവർക്ക് ലഭിക്കുന്നതല്ല. ഇവരുടെ വർഷങ്ങളായിട്ടുള്ള ആ കാത്തിരിപ്പിന് ശേഷം ഇവർക്ക് അർഹതപ്പെട്ട സുഖവും സുഖഭോഗ വസ്തുക്കളും ഇവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഉറപ്പായിട്ടും കരഗതമായിരിക്കും. പറയാൻ കാരണം, ഈ 10 നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്രയധികം ത്യാഗം ഇവർക്ക് സഹിക്കേണ്ടി വന്നിട്ടും, അല്ലെങ്കിൽ കണ്ണീരും കൈയുമായി അനേക രാത്രികൾ, അതായത് ഉറക്കമില്ലാത്ത അനേക രാത്രികൾ ഇവർക്ക് കഴിച്ചു കൂട്ടേണ്ട ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടും ഇവരുടെ ആ പാതയിൽ നിന്ന് നിശ്ചയദാർഢ്യം കൈവിടാതെ മുന്നോട്ട് പോയവരാണ്. അതുകൊണ്ട് തന്നെ ശുക്രൻ നൽകുന്ന അനുഗ്രഹം, അല്ലെങ്കിൽ ആഡംബര ഉപഭോഗ വസ്തുക്കൾ, ഇവയെല്ലാം ഈ നക്ഷത്രക്കാരെ തേടി വന്നിരിക്കും. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട്. ആ സമയം കൃത്യമാകുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ മഹാഭാഗ്യം അത് അനുഭവത്തിലേക്ക് വരികയുള്ളൂ. അതുവരെ നിങ്ങൾക്കുള്ള ഈ ഭാഗ്യം അവിടെ ന്യൂട്രലായി അങ്ങനെ കിടക്കും. അതിനർത്ഥം ഇതിന് നിങ്ങൾ അർഹരല്ല എന്നല്ല, നിങ്ങൾക്ക് അത് അനുഭവിക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ് അതിൻ്റെ ആ ഒരു ശരിയായ അർത്ഥം. ഈ പറഞ്ഞത് ഒരൊറ്റ വാക്കിൽ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളിതിൽ പറയാൻ പോകുന്ന ഈ 10 നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ചിരകാല സ്വപ്നങ്ങൾ ഇതോടുകൂടി പൂവണിയാൻ പോവുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ വരും ദിവസങ്ങളിൽ നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലേറെക്കാലമായി വിചാരിച്ച് ഉറപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നത് കണ്ട് നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും. അതായത് പണ്ട് നിങ്ങൾ പ്രയത്നിച്ചതിൻ്റെ 10-1 പോലും പ്രയത്നിക്കാതെ കേവലം ഒരൊറ്റ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരൊറ്റ നോട്ടം കൊണ്ടോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ എന്നിവ സഫലമാകാൻ പോകുന്ന ഗോചരങ്ങളാണ് ഇനി നിങ്ങൾക്ക് സംജാതമാകാൻ പോകുന്നത്. വാസ്തവത്തിൽ ഈ ജ്യോതിഷത്തിൽ നമ്മൾ ഈ രാജയോഗം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഗ്രഹം അത് ശുക്രനാണ്. പറയാൻ കാരണം, ഈ സമയത്ത് ഇങ്ങനെയുള്ളവർ തൊട്ടതെല്ലാം പൊന്നാകുന്ന അവസ്ഥയായിരിക്കും ഇവർക്ക് സംജാതമാകുന്നത്. ഇതിനെയാണ് നമ്മൾ സാധാരണ ഭാഷയിൽ ഈ ഇവിടെ ഹെഡിങ് കൊടുത്ത പോലെ ശുക്രൻ അടിച്ചു എന്നെല്ലാം പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നാൽ, നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ നിങ്ങൾക്കോ ഈ ഭാഗ്യം വരാൻ പോകുന്നുണ്ടോ എന്ന് ഇതിൽ പറയാൻ പോകുന്ന നക്ഷത്രങ്ങളെ ഒന്ന് കേട്ട ശേഷം നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്തുകൊണ്ടാണ് ശുക്രനെ എല്ലാവരും ഇത്രയധികം ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ജാതകത്തിൽ ശുക്രദശ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഉറപ്പായിട്ടും ആശ്ചര്യവും ആനന്ദവും ഒരുപോലെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ശുക്രൻ എന്നാൽ കേവലം സമ്പത്ത് മാത്രമല്ല, അത് ഭൗതികമായ എല്ലാ സുഖ സൗകര്യങ്ങളുടെയും അധിപനാണ്. എന്ന് വെച്ചാൽ എവറിത്തിങ് എൽസ് അതിൽ ഉൾപ്പെടുന്നതായിരിക്കും. ഇതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, അപ്രതീക്ഷിതമായി കൈവന്നു ചേരുന്ന ഉപഹാരങ്ങൾ അല്ലെങ്കിൽ സമ്മാനങ്ങൾ, പിതൃസ്വത്ത് അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം, അപ്രതീക്ഷിതമായ സുഹൃത്തുക്കൾ വന്നു ചേരുക, നിലവിൽ വഴക്കിട്ടു നിന്നതോ അല്ലെങ്കിൽ ഏറെക്കാലമായി അകന്ന് വിപരീത ധ്രുവത്തിൽ നിന്നവരോ അവർ ഒന്നിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒട്ടും അധ്വാനിക്കാതെ വന്നു ചേരുന്ന ധനയോഗങ്ങൾ, ഈ പറഞ്ഞതുപോലുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം ശുക്രൻ്റെ കൃപയാലാണ് സംഭവിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ആ ഒരു പൂർണ്ണരൂപം. പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം, പ്രണയം, പരസ്പരമുള്ള ആ ഒരു ആകർഷണം എന്നിവ നൽകുന്ന ഒരേ ഒരു ഗ്രഹം അത് ശുക്രൻ തന്നെയാണ്. ഇനി നമുക്ക് ആ 10 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് ഒന്ന് നോക്കാം. അതിനുശേഷം ഈ പറഞ്ഞ ഫലങ്ങൾ അത് പരിപൂർണമായി കൈക്കലാക്കാനുള്ള പരിഹാരങ്ങളും ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം പറയുന്നതായിരിക്കും. ഇതിലേക്ക് വരുന്ന ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രം ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രമാണെങ്കിലും ശുക്രൻ്റെ സ്വാധീനം വരുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു വശ്യശക്തി ഉറപ്പായിട്ടും ഉണ്ടായിത്തീരും. അതുകൊണ്ട് തന്നെ ഇവരുടെ താല്പര്യം ഏതിലേക്കാണോ അതിലായിരിക്കും ഇവർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. അതായത് സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയാണ് ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ രീതിയിലായിരിക്കും
ഇവർ പുരോഗമിക്കുന്നത്. ഇനി അതല്ല, ഭൗതിക ദാമ്പത്യ ലൈംഗിക താല്പര്യങ്ങളാണ് ഇവർക്ക് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ആ രീതിയിലായിരിക്കും ഇവരുടെ ജീവിതം പരിണമിക്കാൻ പോകുന്നത്. എന്നാൽ ഇവിടെ കാണുന്നത് പ്രകാരം പറയുകയാണെങ്കിൽ സാമ്പത്തികമായി വലിയ ഉയർച്ചയാണ് വാവിന് ശേഷം ഇവരെ കാത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് പൊതുവായിട്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ അഭിരുചികൾക്കനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങൾക്ക് വന്നു കിട്ടാൻ പോകുന്ന ഫലങ്ങളെയും നിങ്ങൾ കാണേണ്ടത്. അതെന്തുകൊണ്ടെന്നാൽ ഓരോ വ്യക്തികളും അവരുടെ അഭിരുചിക്കനുസരിച്ച് തന്നെയാണ് അവർ ജീവിതം ക്രമപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഫലങ്ങളായിരിക്കും അവരവർക്ക് ലഭിക്കാൻ പോകുന്നതും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അർഹമായത് ഉറപ്പായിട്ടും കിട്ടും. ഒരുപക്ഷെ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ ആ ഒരു പീരീഡ്സ് കഴിയുമ്പോൾ അത് അപ്രത്യക്ഷമാവുകയും ചെയ്യും. അല്ലാതെ ആർക്കും വേണ്ടി കാലവും സമയവും കാത്തിരിക്കുന്നതല്ല. നിങ്ങളുടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. ഇനി അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രം. ശുക്രൻ്റെ സ്വന്തം നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ഇവർക്ക് ഈ കാലയളവിൽ വിദേശയാത്രകൾക്കോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നതിനോ ഏറ്റവും ശക്തമായ അവസരങ്ങളാണ് സംജാതമാകാൻ പോകുന്നത്. 2-3 വർഷങ്ങളായിട്ട് അകന്നു നിന്ന നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ നിങ്ങളുടെ വീട്ടിൽ വിരുന്നു വരികയോ അല്ലെങ്കിൽ നിങ്ങളുമായി വീണ്ടും ചങ്ങാത്തം കൂടുകയോ ചെയ്യും. ഇനി മൂന്നാമതായിട്ട് വരുന്ന നക്ഷത്രം പുണർദ നക്ഷത്രം. നിങ്ങൾ പുണർദ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിൽ കുടുംബത്തിലേക്ക് സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതായിരിക്കും. അത് പ്രത്യേകിച്ചും പങ്കാളിയിലൂടെ ഇതിനെ തുടർന്ന് ധനലാഭം ഉണ്ടാകാനും വളരെയധികം സാധ്യതയുള്ള നക്ഷത്രമാണ് ഈ പറഞ്ഞ പുണർദ നക്ഷത്രം. അതായത് നിങ്ങളുടെ പങ്കാളിയുടെ ഊർജ്ജസ്വലമായിട്ടുള്ള നീക്കങ്ങൾ മുഖേന അവിശ്വസനീയമായ നേട്ടങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സംജാതമാകും. ഇനി അടുത്തത് മകൻ നക്ഷത്രം. രാജകീയമായ ജീവിതം ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ നിങ്ങൾ മകൻ നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് നടന്നു കിട്ടും. വാസ്തവത്തിൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കില്ല. പ്രത്യേകിച്ചും ദാമ്പത്യം, പ്രണയം എന്നീ കാര്യങ്ങളിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തത് പൂരം നക്ഷത്രം. ശുക്രൻ്റെ മറ്റൊരു നക്ഷത്രമാണ് ഈ പറഞ്ഞ പൂരം നക്ഷത്രം. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പൂരം നക്ഷത്രക്കാർക്ക് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ വിവാഹം ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഇതിൽ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് വിവാഹം ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് അടാപടിയുന്ന, അതായത് വളരെ പെട്ടെന്ന് നടന്നിരിക്കും. അതുപോലെ തന്നെ മാസങ്ങളായിട്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഈ പ്രശ്നത്തെ മറികടന്നിരിക്കും. കാരണം അതിനുതകുന്ന ചില രംഗങ്ങൾ, അതായത് നാടകീയ രംഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ സംഭവിച്ചിരിക്കും. ഇനി അടുത്തത് ചിത്ര നക്ഷത്രം. നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അല്പം വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങൾക്ക് ശുക്രൻ്റെ നേട്ടങ്ങൾ അനുഭവത്തിലേക്ക് വരുന്നത്. പറയാൻ കാരണം, തൊഴിൽ മേഖലയിൽ നിങ്ങൾ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന വലിയ അംഗീകാരങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ തേടി വരും. മാത്രവുമല്ല, പങ്കാളിയുടെ ഭാഗ്യം കൊണ്ട്, അതായത് പങ്കാളിക്ക് ചുരുങ്ങിയ ദിവസങ്ങളിൽ വന്നു ചേരുന്ന അസുലഭ ഭാഗ്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ വലിയൊരു കടബാധ്യത അത് കുറേശ്ശെ ആയിട്ടാണെങ്കിൽ പോലും അടച്ചു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി അടുത്ത നക്ഷത്രം വിശാഖ നക്ഷത്രം. നിങ്ങളെ സംബന്ധിച്ച് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ആഗതമായിരിക്കുന്നത്. മാത്രവുമല്ല, പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങാൻ ഉറപ്പായിട്ടും യോഗം കാണുന്നുണ്ട്. അതിനുള്ള ആ ഒരു അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്കില്ല എങ്കിൽ പോലും അതിനുള്ള വഴികൾ അത്ഭുതകരമായി നിങ്ങളുടെ മുൻപിൽ തുറക്കപ്പെടും. ഇനി അടുത്തത് തൃക്കേട്ട നക്ഷത്രം. മറ്റുള്ള നക്ഷത്രക്കാരിൽ നിന്നും അല്പം വ്യത്യസ്തമായി നിങ്ങൾ ബുദ്ധി കൊണ്ട് പണം സമ്പാദിക്കാൻ കഴിയുന്നവരാണ്. കാരണം അതിനുള്ള ശേഷി നിങ്ങൾക്കുണ്ട്. ഇനി അടുത്തത് പൂരാട നക്ഷത്രം. ശുക്രൻ്റെ അതിശക്തമായ സ്വാധീനമുള്ള മറ്റൊരു നക്ഷത്രമാണ് ഈ പറഞ്ഞ പൂരാട നക്ഷത്രം. നിങ്ങളെ സംബന്ധിച്ച് വീട് പണി പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങിക്കാനോ ഉറപ്പായിട്ടും സാധിക്കും. മാത്രമല്ല, പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിത്തീരും. അതുവഴി ജീവിതത്തിൽ അറിവും വിവേകവും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിത്തീരും. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ഇനി അടുത്തത് 10ാമതായി വരുന്നത് രേവതി നക്ഷത്രം. ഈ പറഞ്ഞ 9 നക്ഷത്രക്കാരിൽ വെച്ച് വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ ദൃശ്യമാകാൻ പോകുന്ന നക്ഷത്രമാണ്
നിങ്ങളുടെ രേവതി നക്ഷത്രം. പറയാൻ കാരണം ഈ വാവിന് ശേഷം വരുന്ന മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിങ്ങൾ രേവതി നക്ഷത്രക്കാരെയാണ്. അതുകൊണ്ട് തന്നെ ഏത് രംഗങ്ങളിൽ എന്ന് പറയുന്നതിലും ശരി, നിങ്ങൾ ഇടപെടുന്ന സർവ്വ മേഖലകളിലും ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്നു ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് സംജാതമായിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ശുക്രൻ അടിക്കുന്ന 10 നക്ഷത്രക്കാരെ കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഈ 10 നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട പരിഹാര മാർഗങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാം. ഈ ഭാഗ്യം നിങ്ങളുടെ വാതിക്കൽ എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ആ ഭാഗ്യം നിങ്ങൾക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ ശുക്രനെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ അത് നിഷ്പ്രയാസം നിങ്ങൾക്ക് സാധിക്കും. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഈ പരിഹാരങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ശുക്രൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. എങ്കിലും അത് പരിപൂർണമായി അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത്. നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുക. മഹാലക്ഷ്മി ദേവിയെ എല്ലാ വെള്ളിയാഴ്ചയും മറക്കാതെ ഭജിക്കുക. അതുപോലെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വീടിനടുത്തുണ്ടെങ്കിൽ അവ ഉറപ്പായിട്ടും വെള്ളിയാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും സന്ദർശിക്കുന്നത് അത്യുത്തമമായിരിക്കും. ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നവഗ്രഹ പൂജയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നാൽ മതിയാകും. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ പതിവ് പോലെ എല്ലാ ശനിയാഴ്ച തോറും നടത്തി വരുന്ന നവഗ്രഹ പൂജ ഇന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നതുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.